ഇൻഫിനിക്സിന്റെ ഇൻഫിനിക്സ് ഓ 20 പ്ലേ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 9,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് ഓ 20 പ്ലേ എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ കാര്യങ്ങൾ 3 സെക്ഷനിലായിട്ടാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. രണ്ടാമത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തിരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യം നമ്മൾ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം ബാറ്ററിയാണ്. ഇതിൽ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ വളരെ മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. സാധാരണ 9,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടാറില്ല. എന്നാൽ ഈ ഫോണിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പം അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബാറ്ററി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ്. പിന്നെ ഡിസ്പ്ലേയിൽ പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സാധാരണ 9,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് വാട്ടർ ഡ്രോപ്പിന് വെച്ച ഡിസൈനുള്ള നോച്ചും കാര്യങ്ങളൊക്കെയാണ് കിട്ടാറ്. എന്നാൽ ഈ ഫോണിൽ പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ നമുക്ക് കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചർ കിട്ടാറില്ല. എന്നാൽ ഈ ഒരു ഫോണിൽ അത് വരുന്നുണ്ട്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ 4 GB റാം എടുത്തിട്ടുണ്ട്. 64 GB ഇന്റേണലും വരുന്നുണ്ട്. സാധാരണ 9,000 രൂപ പ്രൈസ് റേഞ്ചിൽ പലപ്പോഴും നമുക്ക് 3 GB റാമും 32 GB ഇന്റേണലുമാണ് കിട്ടാറ്. എന്നാൽ ഈ ഫോണിൽ 4 GB റാമും 64 GB ഇന്റേണലും വരുന്നുണ്ട്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ഫോൺ പെട്ടെന്ന് ഈറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എയറോസ്പേസ് ഗ്രേഡ് കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ ഒരു കൂളിംഗ് സിസ്റ്റവും കാണാറില്ല. എന്നാൽ ഈ ഫോണിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒരു കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതും എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം ക്യാമറയാണ്. ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 13 മെഗാ പിക്സലിൻ്റെ 1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ രണ്ടാമത് ഒരു AI ലെൻസും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് എന്തായാലും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഫോണിൻ്റെ പിന്നിൽ ക്വാഡ് LED ഫ്ലാഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഫ്രണ്ടിലും ഫ്ലാഷും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓൺ പേപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട്. പിന്നെ Android 12 ബേസ് ആയിട്ടുള്ള XOS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ mediatekന്റെ helio G37 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 9,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ്. ഈ ഒരു പ്രോസസ്സർ എന്നുള്ള കാര്യം നമുക്ക് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല. മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരിക്കലും അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ LPDDR4Xൻ്റെ റാമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. eMMC 5.1 സ്റ്റോറേജ് ടൈപ്പും കൊടുത്തിട്ടുണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മിക്ക ഫോണുകളിലും LPDDR4Xൻ്റെ റാമും eMMC 5.1 സ്റ്റോറേജ് ടൈപ്പൊക്കെ തന്നെയാണ് വരാറ്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 3 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. DTS ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്കും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.82 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മിക്ക ഫോണുകളിലും HD റെസൊല്യൂഷനൊക്കെ തന്നെയാണ് വരാറ്. അതും തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 120 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈനും വരുന്നുണ്ട്. ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് എന്ന ലിസ്റ്റിലൊക്കെ തന്നെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് മൊത്തത്തിൽ. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് സെൻസർ ഫോണിൻ്റെ ബാക്കിലാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും ബാക്ക് ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 210 ഗ്രാമാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഫോണാണ്. വേണം എന്നുണ്ടെങ്കിൽ അത് ചെറിയൊരു നെഗറ്റീവായിട്ട് നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ 6000 mAh ബാറ്ററി ഉണ്ട്. അത്രയും കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി കൊടുത്തതുകൊണ്ടായിരിക്കണം വെയിറ്റ് ഇത്രയും കൂടിയത്. എന്തായാലും 210 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. തിക്നെസ് വരുന്നത് 8.85 mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ റേസിംഗ് ബ്ലാക്ക്, ഔറോറ ഗ്രീൻ, ഫാൻറ്റസി പർപ്പിൾ അതുപോലെ തന്നെ ലൂണ ബ്ലൂ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 8,999 രൂപയാണ്.
ഫ്ലിപ്കാർട്ട് വഴിയാണ് ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9,000 രൂപ പ്രൈസ് റേഞ്ചിൽ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഈ ഫോണിൽ വരുന്നുണ്ട്. ബാറ്ററി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈനും കൂടിയ റിഫ്രഷ് റേറ്റൊക്കെ ഇതിൽ കിട്ടുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് ആയിട്ടുള്ള ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ 9,000 രൂപ പ്രൈസ് റേഞ്ചിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ തന്നെയായിരിക്കും ഇൻഫിനിക്സ് ഹോട്ട് 20 പ്ലേ എന്ന ഫോൺ. നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് ബാറ്ററിയും അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈനും കൂടിയ റിഫ്രഷ് റേറ്റും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. എന്തായാലും ഇൻഫിനിക്സിൻ്റെ ഇൻഫിനിക്സ് ഹോട്ട് 20 പ്ലേ എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.